എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, which of the following electronic technology is the key technology for making the first generation electronic computer? അതായത് ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാനായിട്ട് ഏത് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബേസ്ഡ്, വേക്യൂം ട്യൂബ് ബേസ്ഡ്, ഡ്യുവൽ കോർ CPU ബേസ്ഡ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. വേക്യൂം ട്യൂബ് ബേസ്ഡ് ആണ്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ വേക്യൂം ട്യൂബാണ് യൂസ് ചെയ്തത്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളാണ്. ഇനി രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി തേർഡ്, അതായത് മൂന്നാം തലമുറ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് IC ചിപ്പായി, അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പായി. ഫോർത്ത് ജനറേഷനിലാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചത്. ഡ്യുവൽ കോർ CPU നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലാണ്. അതായത് വെബ് ബ്രൗസിങ്ങിനും വെബ് പ്രോസസ്സിങ്ങിനും ഇമെയിലിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. ഇത് ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിലാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ ബ്ലോഗ്? അത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്ലോഗിൻ്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ വെബ്സൈറ്റ് ദാറ്റ് അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു കൊളാബറേറ്റ് ആൻഡ് ക്രിയേറ്റ് ഇൻഫർമേഷൻ. എ ക്രോണോളജിക്കൽ ലിസ്റ്റ് ഓഫ് പോസ്റ്റേഴ്സ് ഓൺ എ വെബ്സൈറ്റ് ടിപ്പിക്കലി റിട്ടൺ ബൈ എ സിംഗിൾ ഓതർ അബൌട്ട് എ സബ്ജക്ട്. എ സീരീസ് ഓഫ് ഓഡിയോ or video episode that is subscribers download or stream to their device. A standardized format that allows users to subscribe to view content updates from the creator. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ക്രോണോളജിക്കൽ ലിസ്റ്റ് ഓഫ് പോസ്റ്റേഴ്സ് ഓൺ എ വെബ്സൈറ്റ് ടിപ്പിക്കലി റിട്ടൺ ബൈ എ സിംഗിൾ ഓതർ അബൌട്ട് എ സബ്ജക്റ്റ്. അതായത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു സിംഗിൾ ഓതർ എഴുതിയ കാര്യങ്ങളാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. അത് ക്രോണോളജി അനുസരിച്ചിട്ടാണ് അത് അതിൻ്റെ അകത്ത് പബ്ലിഷ് ആയിട്ട് കാണുന്നത്. മൾട്ടിപ്പിൾ യൂസേഴ്സിന് അറ്റ് എ ടൈം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓഡിയോ വീഡിയോസ് വരുന്നില്ല. ഓഡിയോയും വീഡിയോയും വരുന്നത് ഇതിൻ്റെ അകത്താണ്, അത് വ്ളോഗിൻ്റെ അകത്താണ് ഓഡിയോയും വീഡിയോസൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, ചില ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആ ബ്ലോഗ് എല്ലാവർക്കും അത് വിസിറ്റ് ചെയ്യാനായിട്ട് അവരത് ഓപ്പൺ ആക്കിയാണ് ഇടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ഓഫ് വേർഡ്സ് A to E ദാറ്റ് കറക്റ്റ്ലി ഫിൽസ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്. അതായത് ഇവിടെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ്. നമുക്ക് A തൊട്ട് E വരെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ബ്ലാങ്ക്സിൽ നമ്മൾ ആ വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ദ ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് ഡാഷ് പ്രോസസ്സർ മെയ്ഡ് ബൈ Intel ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ്. ദ സ്പീഡ് ഓഫ് ദ പ്രോസസ്സർ ഈസ് മെഷേർഡ് ഇൻ ഡാഷ്. Dash is a volatile memory, whereas dash is used in most computers to hold a small piece of software known as the boot up program. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷാണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് Intel കൊണ്ടാണ്. അതായത് Intel എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് എന്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വോൾട്ടൈൽ മെമ്മറിക്ക് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബൂട്ടപ്പ് പ്രോഗ്രാമിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോം, CPU, റാം, പെൻറ്റിയം, ഹെഡ്സ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് CPU എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. Pentium is the processor made by Intel is an example of this. Pentium ആണ് ആ പ്രോസസ്സർ. ഇനി സ്പീഡ് ഓഫ് ദ പ്രോസസ്സർ ഈസ് മെഷേർഡ് ഇൻ, എങ്ങനെയാണ് ഏതിൻ്റെ അകത്താണ് സ്പീഡ് മെഷർ ചെയ്യുന്നത്? ഹെഡ്സിലാണ് നമ്മൾ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഇനി റാം ഈസ് എ വോൾട്ടൈൽ മെമ്മറി, വേർ ഈസ് റോം എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഴ്സിൻ്റെ ബൂട്ടപ്പ് പ്രോഗ്രാമിന് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് റോം എന്ന് പറയുന്നത്. Next question, if L(m) represents a number L in base M number system, then which of the following equalities are true? അതായത് ഇവിടെ ബേസ് നമ്പർ സിസ്റ്റം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിലെല്ലാം 127.125 എന്നുള്ളതാണ് ബേസ് 10ലാണ് തന്നിരിക്കുന്നത്. ഇപ്പുറ സൈഡിലാണ് ബേസ് 2 തന്നിട്ടുണ്ട്, ബേസ് 4 തന്നിട്ടുണ്ട്, ബേസ് 8 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസ് 60 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ 127.125 എന്നുള്ള ബേസ് 10ലെ നമ്പറാണ്. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ ബേസ് 2 കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 111.001 എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കിവിടെ ബൈനറി കൺവേർഷനാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ ബേസ് 10 എന്ന് പറയുമ്പോൾ സാധാ നമ്പറാണ്. സോ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കൺവേർട്ട് ചെയ്യാം. സാധാ നമ്മൾ ബൈനറി നമ്പർ കൺവേർട്ട് ചെയ്യുന്ന കണക്ക് തന്നെ. അപ്പോൾ നമ്മൾ ഓരോ 1, അതായത് ഇവിടെ 1 2 3 4 5 6 7 1 ആണുള്ളത്. അപ്പോൾ ഓരോ 1ൻ്റെയും ഇതിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി, അതായത് 1 2 4 8 60 32 64 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക, 0യോടെ നമ്മൾ കൂട്ടേണ്ടതാണ്. ഇവിടെ എല്ലാം 1 ആണ്. സോ നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 127 എന്ന് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ശരിയായി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് നോക്കേണ്ടത്. സോ അതിനായിട്ട് 0.125 × 2 = 0.25 എന്ന് കിട്ടും. 0.25 × 2 = 0.50 എന്ന് കിട്ടും. 0 വന്നു. ഇനി 0.5 × 2 = 1.0 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 001 ആണ്. സോ അതും ശരിയാണ്. സോ ബൈനറി 2വിലോട്ട് നമ്മൾ, അതായത് ബേസ് 2വിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ നമ്പറാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ ബേസ് 4ലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ ഡിവൈഡഡ് ബൈ 4ഉം സെക്കൻഡ് പാർട്ടിനെ ഇൻറ്റു 4ഉമാണ് ചെയ്യേണ്ടത്. സോ 127 / 4 = 31, റിമൈൻഡർ 3. 31 / 4 = 7, റിമൈൻഡർ 3. 7 / 4 = 1, റിമൈൻഡർ 3. 1 / 4 = 0, r = 1, അതായത് റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് 1 3 3 3 എന്ന് കിട്ടി. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ശരിയായിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ 0.125 × 4 = 0.5 എന്ന് വരും. അപ്പോൾ നമുക്ക് 0 എടുത്താൽ മതി. ഇനി 0.5 × 4 = 2.0, അതായത് 2 എന്ന് കിട്ടും. അതായത് 0.2 എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. അത് നമ്മൾ ഓർക്കുക, ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും സെക്കൻഡ് പാർട്ടിനെ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ആൻസർ എഴുതുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതേണ്ടത്. സെക്കൻഡ് പാർട്ടിൻ്റെ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതേണ്ടത്. ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ്. സെയിം നമ്പേഴ്സൊക്കെയാണ്, ഇപ്പോൾ 101 അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശരിക്കും നമ്മുടെ റൂൾ അനുസരിച്ച് ഡിവിഷൻ വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടുമാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഇനി ഓപ്ഷൻ സി. സോ ഇവിടെ നമ്മൾ ബേസ് 8ലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 127 / 8 = 50, റിമൈൻഡർ 7. 50 / 8 = 1, റിമൈൻഡർ 7. 1 / 8 = 0, റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് 177 എന്നുള്ള ഫസ്റ്റ് പാർട്ട് കിട്ടി. നമുക്ക് 0.25നെ ഇൻറ്റു 8 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.0 എന്ന് വരും, അതായത് 1. സോ അവിടെ നമുക്ക് ആൻസർ വരുന്ന 177ഉം 1ഉമാണ്. 177.1 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. എയും ബിയും സിയും ശരിയായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഡി ആണ്. ഡിയിൽ നമ്മൾ ബേസ് 60ലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 127 / 60 = 7, റിമൈൻഡർ 50 എന്ന് കിട്ടും. അതായത് 50ക്ക് ഈക്വൽ ആയിട്ടുള്ള ആൽഫബറ്റ് എന്ന് പറയുന്നത് എഫ് ആണ്. A = 10, B = 11, C = 12, D = 30, E = 40, F = 50 ആണ്. സോ എഫ് എഴുതി. ഇനി 7 / 60 = 0, അതായത് അവിടെ റിമൈൻഡർ 7 വരും. സോ നമുക്കിവിടെ 7F എന്ന് കിട്ടും. ഇനി സെക്കൻഡ് പാർട്ട് 0.25 × 60 = 2.0, 2 എന്ന് വരും. അപ്പം 7F.2 എന്ന് വരും. അതായത് ബേസ് 10ൽ ഈക്വൽ ആയിട്ടുള്ള ബേസ് 60ൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 7F.2 എന്നുള്ളതാണ്. സോ ഇവിടെ ABCD എന്ന് പറയുന്ന ഈ 4 നമ്പേഴ്സും അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഇനി നെക്സ്റ്റ് എന്ന് വരുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ മാൽവെയർ ടൈപ്പ്, ലിസ്റ്റ് 2ൽ എൻ്റെ കാറ്റ6 വേണം. ലിസ്റ്റ് 1ൽ ട്രോജൻ ഹോഴ്സ്, വോം, ലോജിക് ബോംബ്, റൂട്ട് കിറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2ൽ കാറ്റ6 പ്രൊപ്പഗേറ്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ത്രൂ എ നെറ്റ്വർക്ക്, ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സർട്ടൻ കണ്ടീഷൻ ഒക്വർ, ഹുക്ക് സ്റ്റാൻഡേർഡ് operating system calls to hide the existence of malware, contains unexpected covert effect. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് അൺഎക്സ്പെക്റ്റഡ് കവേർട്ട് എഫക്റ്റ്. വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ത്രൂ നെറ്റ്വർക്ക്. ലോജിക് ബോംബ് ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സർട്ടൻ കണ്ടീഷൻ ഒക്വേഴ്സ്. റൂട്ട് കിറ്റ് ഹുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾസ് ടു ഹൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മാൽവെയർ.
വേം എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ് റീഡ് മെനി എന്നാണ്. അതായത് വൈറസുകളെ പോലെ പെരുകുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് നാം വേം എന്ന് പറയുന്നത്. വൈറസുകളെ അപേക്ഷിച്ച് മറ്റ് പ്രോഗ്രാമുകളുമായി കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് ഇവ വ്യാപിക്കുകയാണ്. സ്വയം ഇരട്ടിക്കാനും വ്യാപിക്കാനും ഇതിന് സാധിക്കും. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമാണ് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയറാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ലോജിക് ബോംബ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യങ്ങൾ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്ന ചില കോഡുകൾക്കാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. അതായത് ചില കണ്ടീഷൻസ്, അതായത് ചില ടൈമുകളൊക്കെ മീറ്റ് ചെയ്താൽ മാത്രമാണ് അത് ട്രിഗർ ആവത്തുള്ളൂ. റൂട്ട് കട്ട് എന്ന് പറഞ്ഞാൽ മലേഷ്യ സോഫ്റ്റ്വെയറിൽ ഹാക്കേഴ്സിന് നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവരുടെ എക്സിസ്റ്റൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അവർ ഹാക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാകത്തില്ല. സോ അങ്ങനെയുള്ളതാണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ക്രിയേറ്റ് ദ മോസ്റ്റ് സ്റ്റേബിൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്ത് ദ ഫാസ്റ്റസ്റ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ. അതായത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് ഫാസ്റ്റസ്റ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ നൽകുന്ന ഏതെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. Use a wireless access point to connect devices wirelessly using mobile phone. Use coaxial cables to connect devices in sequence. Connect device to a switch using optical fiber cables. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസുമായിട്ടുള്ളൊരു സ്വിച്ചിലോട്ട് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ നമുക്ക് ലഭ്യമാകുന്നത്. Next question, identify the sequence of words A to E that correctly fills the blanks in the following paragraph. In the context of human-computer interaction, a dash is an interface built around visual things and Windows 11 is an example of dash with this visual things. Dash is a region of the screen used to display information. Dash is a small picture that is used to represent folders, software, etc. Whereas dash is a list of options that the users can select from. അതായത് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനിലെ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇൻ്റർഫേസ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വിൻഡോസ് 11 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സാമ്പിൾ ആണെന്നാണ്. ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനിൻ്റെ റീജിയൺ എന്ത് പേര് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൾഡേഴ്സ് സോഫ്റ്റ്വെയർസും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മോൾ പിക്ചറിന് എന്താണ് പറയുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസിന് എന്ത് പേരാണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെനു, വിൻഡോ, ഐക്കൺ, GUI എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ ഡാഷ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിൽട്ടഡ്. അതെവിടെയാണ് GUI എന്നുള്ളതാണ് ഇൻ്റർഫേസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അറൗണ്ട് വിഷ്വൽ തിങ്സ്. വിൻഡോസ് 11 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് ദീസ് വിഷ്വൽ തിങ്സ്. In the context of human-computer interaction, GUI is an interface built around visual things. GUI ആണ്. Windows 11 is an example of an operating system with visual things. Windows is a region of the screen used to display informations. Icon is a small picture that is used to represent folders, software, etc. Menu is a list of options that the users can select from. അതായത് GUI എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനിലെ ആ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്നത് GUI ആണ്. ഇനി വിൻഡോസ് 11 എന്ന് പറയുന്നത് എന്നാണ്, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്പ്ലേ ആകുന്നത്. ഐക്കണാണ് ഫോൾഡേഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ വരുന്ന സ്മോൾ പിക്ചർ നമ്മൾ ഐക്കൺ എന്നാണ് പറയുന്നത്. മെനുവിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഇറ്റ് സോഴ്സ് കോഡ്. It allows anyone to modify the software to best fit their needs. It is a software that anyone can use on a trial basis before paying for it. Linux is an example of open source software. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സോഴ്സ് കോഡ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്
ലിനക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മാൽവെയർ ടൈപ്പ് ആണ്. ട്രാപ്ഡോർ, ടൈം ബോംബ്, പോളിമോർഫിക് വൈറസ്, മാക്രോ വൈറസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് വേരിങ് ബട്ട് ഓപ്പറേഷണലി ഇക്വലന്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ്. കോഡ് ദാറ്റ് അലൗസ് അൺഓതറൈസ്ഡ് ക്വിക്ക് ആക്സസ് അറ്റ് എ ലേറ്റർ ടൈം. ഇൻസ്ട്രക്ഷൻസ് ഇന്റർപ്രറ്റഡ് റാദർ ദാൻ എക്സിക്യൂട്ടഡ്. ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സ്പെസിഫൈഡ് ടൈം ഒക്വർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഇന്റർപ്രറ്റഡ് റാദർ ദാൻ എക്സിക്യൂട്ടഡ് ആണ്. ടൈം ബോംബ് എന്ന് പറഞ്ഞാൽ ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സ്പെസിഫൈഡ് ടൈം ഒക്വേഴ്സ്. പോളിമോർഫിക് വൈറസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസസ് വേരിങ് ബട്ട് ഓപ്പറേഷണലി ഇക്വലന്റ് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ്. മാക്രോ വൈറസ് എന്ന് പറഞ്ഞാൽ കോഡ് ദാറ്റ് അലൗസ് അൺഓതറൈസ്ഡ് ക്വിക്ക് ആക്സസ് അറ്റ് എ ലേറ്റർ ടൈം. ട്രാപ്പ് ഡോർ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ലൂപ്പ് ഹോളാണ്. അത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമുക്കത് ആർക്കെങ്കിലും അത് ഡിസ്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റാസൊക്കെ അതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ടൈം ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു ടൈം വെച്ചേക്കുവാണ്. ആ ടൈം ആകുമ്പോൾ അത് ട്രിഗർ ആവുകയും അതിനുശേഷം അത് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ടൈം ബോംബ് എന്ന് പറയുന്നത്. പോളിമോർഫിക് വൈറസ് എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേറ്റഡ് കമ്പ്യൂട്ടർ വൈറസ് ആണ്. അതായത് ഇത് ഭയങ്കരമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് മ്യൂട്ടേറ്റ് വഴി റിപ്പീറ്റ്ലി മ്യൂട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ഇത് മാറുമ്പോഴും ഇതിൻ്റെ ഫോമും ചേഞ്ച് ചെയ്യും. അതായത് ആൻറ്റിവൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ ഫോമും ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാക്രോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ വൈറസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വൈറസ് ആണ്. അത് മാക്രോ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫയലുള്ള മാക്രോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്താണ് ഇത് ഇൻഫെക്റ്റ് ആവുന്നത്. അതായത് ഇൻഫെക്റ്റഡ് ഫയൽസ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോടെ ഹാംഫുൾ ആയിട്ടുള്ള കോഡിലൂടെ വൈറസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്